സ്പോട്ട് ലൈവ് തുടരുന്നു. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയ്ക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നിർമ്മാതാക്കൾക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ നടൻ സൗബിൻ ഷാഹിറിനെ ഇഡി ചോദ്യം ചെയ്തു. ഇഡിയുടെ കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. നിർമ്മാതാവ് ഷോൺ ആന്റണിയെയും കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. ആജ്ഞ രവീന്ദ്രൻ ചേർന്നുണ്ട് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി. ആജ്ഞ, ഈ മഞ്ഞുമ്മൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ പല രീതിയിലുള്ള പരാതികളുണ്ട്. ആ സിനിമയിൽ കള്ളപ്പണ നിക്ഷേപമുണ്ട്, സാമ്പത്തിക തട്ടിപ്പ് നടന്നു എന്നൊക്കെ പരാതികൾ ഉയർന്നിരുന്നു. ഇഡി ഈ രണ്ടുപേരെയും ചോദ്യം ചെയ്തതിൽ നിന്നും ഇത്തരം തട്ടിപ്പ് നടന്നു, കള്ളപ്പണം വെളുപ്പിക്കലുണ്ടായി എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ, മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇനി അടുത്ത നീക്കം എന്തായിരിക്കും? ഇഡിയുടെ അടുത്ത നീക്കം എന്തായിരിക്കും ആജ്ഞ? ടോം, നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഈ രണ്ട് പ്രൊഡ്യൂസർമാരെയും, അതായത് ഷോൺ ആന്റണിയെയും സൗബിൻ ഷാഹിറിനെയും ഇഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ഇത് ഷോൺ ആന്റണിയെ 3 പ്രാവശ്യമാണ് ഇഡി ചോദ്യം ചെയ്തത്. സൗബിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നാണ് അറിയുന്നത്. ഇതിനെ തുടർന്നായിരിക്കും ECIR രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് ഇഡി കടക്കുക എന്നാണ് അറിയുന്നത്. എന്തായാലും നിലവിൽ ECIR രേഖപ്പെടുത്തിയിട്ടില്ല. സൗബിനെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. പറവ ഫിലിംസിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട്, അതായത് മഞ്ഞുമ്മൽ ബോയ്സിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് പറവ ഫിലിംസ് കള്ളപ്പണം വിനിയോഗിച്ചു, വെളുപ്പിക്കൽ നടന്നു എന്നാണ് ഇഡിയുടെ നിഗമനം. അതനുസരിച്ചിട്ടാണ് സൗബിനെയും ഷോണെയും ചോദ്യം ചെയ്തത്. മാത്രമല്ല, ഇതിനു മുൻപ് പറവ ഫിലിംസിൽ മഞ്ഞുമ്മൽ ബോയ്സിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് 7 കോടി രൂപ സിറാജ് വലിയതുറ എന്ന അരൂർ സ്വദേശിയായിരുന്ന ഒരു കോ പ്രൊഡ്യൂസർ ഇതിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹം നിക്ഷേപിച്ചിരുന്നു. ലാഭവിഹിതത്തിന്റെ 40% സിറാജിന് നൽകാമെന്ന കണ്ടീഷനിലായിരുന്നു ഈ ഒരു ഡീൽ നടന്നത്. പക്ഷേ 250 കോടിയോളം രൂപ കളക്ഷൻ നേടിയിട്ടും തനിക്ക് വാങ്ങിയ പൈസ പോലും തിരിച്ചു തന്നില്ല എന്നുള്ള സിറാജിന്റെ പരാതി. ആ പരാതി സത്യമാണെന്ന് എറണാകുളം മരട് പോലീസ് സിറാജിന്റെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടും പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. ഈ പരാതി സത്യമാണ്. 22 കോടി രൂപയാണ് മഞ്ഞുമ്മൽ ബോയ്സിന് വേണ്ടിയിട്ട് നിർമ്മാണത്തിന് ചിലവായി എന്ന് പറവ ഫിലിംസ് കാണിച്ചത്. എന്നാൽ 18.65 കോടി രൂപ മാത്രമാണ് ചിലവായത്. ബാക്കി 3.5 കോടിയുടെ കണക്ക് അധികമാണ് കാണിച്ചിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട സിറാജിന്റെ പരാതിയിൽ സിറാജിന് 7 കോടി രൂപ സിറാജിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ശേഷം 1 രൂപ പോലും തിരികെ കൊടുത്തില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ, അതായത് മഞ്ഞുമ്മൽ ബോയ്സിന്റെ ടിക്കറ്റുമായി ബന്ധപ്പെട്ട്, ടിക്കറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് വ്യാപകമായി കള്ളപ്പണം വിനിയോഗിച്ചാണ് ഈ ചിത്രം ഇത്രയും വലിയ കളക്ഷനിലേക്ക് എത്തിച്ചത് എന്നാണ് ആരോപണം. ആ ഒരു ആരോപണത്തിന്റെ ഭാഗമായിട്ടാണ് ഇഡി ഇത്തരത്തിൽ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷണം നടത്തുന്നത്. മാത്രമല്ല, സിനിമ നിർമ്മാണ രംഗത്ത് ഇങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു പ്രവണത ഉണ്ട് എന്നൊരു നിഗമനത്തിലാണ് ഇഡി. ഒരുപക്ഷെ ഒരു എൻട്രിക്കായി കാത്തിരുന്ന ഒരു സാഹചര്യമായിരിക്കാം. ഇനി ഒരു പക്ഷേ ബാക്കിയുള്ള മറ്റു നിർമ്മാതാക്കളിലേക്ക് വലിയ കളക്ഷൻസ് നേടുന്ന സിനിമകളെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇഡി നീങ്ങുന്നത് എന്നാണ്, സിനിമയുടെ നിർമ്മാതാക്കളെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇഡി നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കൃത്യമായ നിരീക്ഷണം ഇനി സിനിമകൾക്ക് നേരെ ഉണ്ടാകും, ഇഡിയുടെ നിരീക്ഷണം ഉണ്ടാകുമെന്ന് തന്നെ മനസ്സിലാക്കണം. നേരത്തെ ഈ ലഹരി മാഫിയ സിനിമയിൽ പണം നിക്ഷേപിക്കുന്നുണ്ട്, അതോടെ കള്ളപ്പണ നിക്ഷേപം നടക്കുന്നുണ്ടെന്ന വലിയ ആക്ഷേപമൊക്കെ ഉയർന്നുവെങ്കിലും ഇതുവരെയും ആ രീതിയിലുള്ള ഒരു നിരീക്ഷണമോ പരിശോധനയോ സിനിമാ സെറ്റുകളിൽ ഉണ്ടായില്ല, സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ ഉണ്ടായില്ല. ഇപ്പോൾ ഈ മഞ്ഞുമ്മൽ ബോയ്സിനെതിരെ ഇത്തരം ആരോപണവും പരാതിയും ഒക്കെ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ തുടർന്നുള്ള മലയാള സിനിമാ നിർമ്മാണ കമ്പനികൾക്കെതിരെ ഒരു ഇഡിയുടെ നിരീക്ഷണവും പരിശോധനയും അന്വേഷണവും ഒക്കെ ഉണ്ടാകുമെന്ന് കരുതണം, അല്ലേ ആജ്ഞ? തീർച്ചയായിട്ടും ടോമ, ആ ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തുന്നത്. കാരണം ഇഡി ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു എൻട്രിക്കായി കാത്തിരുന്നത് പോലെയാണ് ഈ ഒരു കേസിൽ ഇഡിയുടെ ഓരോ നീക്കങ്ങളും എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം
സൗബിനെതിരെ എറണാകുളം മരട് പോലീസ് സ്റ്റേഷനിൽ ഈ പറയുന്ന സിറാജ് വലിയതുറ എന്ന പ്രൊഡ്യൂസർ പരാതി നൽകുന്നു. 7 കോടി രൂപ കൈപ്പറ്റി അതിന്റെ ലാഭവിഹിതമോ പണമോ നൽകിയിട്ടില്ല, അല്ലെങ്കിൽ വാങ്ങിയ പണമോ നൽകിയിട്ടില്ല. അതേ തുടർന്നാണ് ഈ FIR രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷം അന്വേഷണ റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലാണ് ഇങ്ങനെ 22 കോടി രൂപയാണ് മഞ്ഞുമ്മൽ ബോയ്സിന്റെ നിർമ്മാണ ചെലവ് എന്നാണ് സൗബീനും സംഘവും കാണിച്ചിരിക്കുന്നത്. എന്നാൽ അത് 18.65 കോടി രൂപ മാത്രമേ ചെലവായി എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഇതേ തുടർന്നാണ് ED ഈ കേസിൽ കള്ളപ്പണം വെളുപ്പിച്ചു, ബാക്കി 3.5 കോടിയുടെ കണക്ക് പറയുന്നത് കള്ളപ്പണം വെളുപ്പിച്ചു എന്നൊരു തരത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. അതുകൊണ്ടാണ് ED ഈ കേസിൽ ഇടപെടുന്നത്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 250 കോടിയുടെ ഒരു ബ്ലോക്ക് ബസ്റ്റർ കളക്ഷൻ വിഭാഗത്തിലേക്ക് മഞ്ഞുമ്മൽ ബോയ്സ് വളരെ പെട്ടെന്ന് മാറുകയുണ്ടായി. ഈ ഒരു കളക്ഷൻ കൂടി ഏത് തരത്തിലാണ് ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞത്, കള്ളപ്പണം വെളുപ്പിക്കുന്ന തരത്തിലേക്ക് വെളുപ്പിക്കുന്ന ഒരു ഇടപെടലുകൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളും ED പരിശോധിച്ചു വരുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ CIR രേഖപ്പെടുത്തിയിട്ടില്ല. സൃഷ്ടിച്ചെടുത്ത ലാഭം കളക്ഷൻ എന്നാണോ EDയുടെ സംശയം? കാരണം നേരത്തെ ആജ്ഞ സൂചിപ്പിച്ചു, മലയാള സിനിമയിൽ തന്നെ റെക്കോർഡ് കളക്ഷൻ നേടിയ സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. ഇത് കൃത്രിമമായി ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി സൃഷ്ടിച്ചെടുത്ത ഒരു കളക്ഷൻ തുകയാണ്, റെക്കോർഡ് തുകയാണ് എന്നാണോ EDയുടെയും സംശയം? ഒരു സംശയം ലക്ഷ്യമിട്ട് അങ്ങനെ ഒരു നിഗമനത്തിലേക്കാണ് ED പോകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 22 കോടി രൂപയുടെ നിർമ്മാണ ചെലവ് കാണിച്ച ഒരു സിനിമയിൽ 18.65 കോടിയാണ് നിർമ്മാണ ചെലവ് എന്ന് പോലീസ് കണ്ടെത്തുകയും ഇതേ തുടർന്നാണ് ഇതിൽ അന്വേഷണം വരുന്നതും. ബാക്കി 3.5 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ശ്രമമാണ് നിർമ്മാണ ചെലവ് കാണിച്ച് വരുത്തിയതെന്ന ഒരു നിഗമനത്തിലാണ് ED. അതുകൊണ്ട് തന്നെയാണ് സിറാജ് എന്ന് പറയുന്ന ആളുടെ പരാതിയിൽ, മാത്രമല്ല നേരത്തെ ഇത് പ്രീ ഷെഡ്യൂൾ, അതായത് സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപേ ആദ്യത്തെ ഒരു ഷെഡ്യൂൾ മുഴുവൻ പൂർണ്ണമായും ഷൂട്ട് ചെയ്തു എന്ന് വിശ്വസിപ്പിച്ചിട്ടാണ് സിറാജിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയത് എന്നാണ് ആരോപണം. എന്നാണ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് അങ്ങനെയാണ് വ്യക്തമാക്കുന്നത്. 7 കോടി രൂപ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും വാങ്ങിയത് അതിനുശേഷമാണ്, അതായത് ആദ്യത്തെ ഒരു ഷെഡ്യൂൾ പൂർത്തീകരിച്ചു എന്ന് കാണിച്ചിട്ടാണ്. പക്ഷെ അതിനുശേഷം സിറാജിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയ ശേഷമാണ് സിനിമയുടെ ഷൂട്ടിങ്ങുകൾ അല്ലെങ്കിൽ മറ്റു ജോലികൾ തുടങ്ങുന്നത് എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരം ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാച്ച് ചെയ്യാത്ത ഒരു സാഹചര്യമുണ്ട്. അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ അത് വ്യക്തമാക്കുന്നുമുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ കള്ളപ്പണം വെളുപ്പിക്കലിലേക്ക് വിരൽ ചൂണ്ടുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയ്ക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് പരാതിയിലാണ് നടൻ സൗബിൻ ഷാഹിറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. വരും ദിവസങ്ങളിൽ മറ്റ് നിർമ്മാതാക്കളെയും ചോദ്യം ചെയ്യുമെന്ന സൂചനയുമുണ്ട്.